നമസ്തേ. നമ്മുടെ ഈ ഒരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് തികച്ചും ഒരു ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യം കൂടിയാണ്. അതായത് ഇതുവരെ യോഗ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യോഗ ചെയ്ത് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചലഞ്ചിൻ്റെ ഭാഗമാവാം. വേറൊന്നുമില്ല, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ന്യൂ ഇയർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടും. 21 ഡേയ്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ഇന്നത്തെ ഈ ഒരു സെഷൻ മുതൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ബാക്കിയായിരിക്കും വരുന്ന അടുത്ത ഓരോ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പാകത്തിനാണ് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള ആസനാസ്, അതുപോലെ പ്രാണായാമങ്ങൾ, ബ്രീത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ മറ്റ് ആക്ടിവിറ്റികൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിലൂടെ നമ്മൾ പാസ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. ലൂസനിങ് മുതൽ അല്ലെങ്കിൽ ഓരോ ഭാഗത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് നിന്നുകൊണ്ട്, അതുപോലെ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നീക്ക് ഇഞ്ചറി ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമോ, ഇതെല്ലാ കാര്യങ്ങളും എ ടു സെഡ് മാക്സിമം നമ്മളതിൽ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്നതിന് താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി DM ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. യോഗയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു പോവാം. അതായത് നമ്മളെപ്പോഴും ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടായിരിക്കണം യോഗ ചെയ്യുന്നത്. ഇപ്പോൾ ആക്ടിവിറ്റിയും യോഗയും തമ്മിൽ ഒത്തിരി മാറ്റമുണ്ട്. ഈ യോഗ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമായിട്ട് അതിനെ കാണരുത്. നമ്മുടെ മൈൻഡിനെയും അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടച്ചിലേക്ക്, ഒരു ദൈവികമായ ഊർജ്ജത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ യോഗ എന്ന് പറയുമ്പോൾ യോഗ ആസനം എന്ന് വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് യോഗ എന്നുള്ളത്. അതായത് നമുക്കതിൽ പ്രാണായാമവും മെഡിറ്റേഷനും എല്ലാം ഇൻക്ലൂഡാണ്. നിലവിൽ നിങ്ങളിപ്പോൾ മാനസിക തലത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പതുക്കെ ചെയ്തു തുടങ്ങുക. ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യം അതിന് വേണം. എല്ലാ ദിവസവും മുടങ്ങരുത്. യോഗ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡെയിലി റെഗുലർ സാധന ചെയ്യുന്നതിന് നമുക്കൊരു വീക്കെൻഡോ അല്ലെങ്കിൽ ഒരു ഓഫ് ഡേ ഒന്നുമില്ല. ലൈഫ് ടൈം എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് ലൈഫിൻ്റെ പാർട്ടാണത്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ ഒരു കുറച്ച് സമയം എടുത്തിട്ട് എല്ലാ ദിവസവും പാസ് ചെയ്തു പോകാം. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹയർ ലെവലിലേക്ക് പോവാം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, ഏത് രീതിയിൽ വേണമെങ്കിലും പോവാം. എന്തായാലും പെൻഡിങ് ആകാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ട് കൂടി ഇരിക്കും നമ്മൾ. മാനസിക തലത്തിൽ അല്ലെങ്കിൽ ഒരു എനർജി ലെവലിൽ ഒക്കെ നമ്മൾ ഹൈ ലെവലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്പേസ് വേണം. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. ഒരു യോഗ മാറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള എയർ സർക്കുലേഷനുള്ള നീറ്റായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അതുപോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം യോഗയിലേക്ക് കിടക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കണം. ഇപ്പോൾ ഈവനിങ്ങിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഒരു 3-4 ഹവറിന് ശേഷം അതിൻ്റെ ഒരു ഹാങ് ഓവറൊന്നും ഇല്ലാതെ വേണം യോഗയിലേക്ക് വരാനായിട്ട്. അതുപോലെ നമ്മൾ ഈ യോഗയുടെ പാത്തിലേക്ക് കിടക്കുന്ന ശരിക്കും ഒരു അത്ഭുതമാണ്. ഒത്തിരി എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ ഇത്ര നാളും ഞാൻ എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഒന്നായിട്ടാണ് പറഞ്ഞതെങ്കിൽ പതുക്കെ മനസ്സും ഊർജ്ജവും വളരുന്നതിനനുസരിച്ച് നമുക്കൊന്ന് അലേർട്ടായിരിക്കുന്നത് നമ്മൾ അറിയും. അതായത് നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കാണുന്ന പോലത്തെ ഒരു ഫീല്. നമ്മൾ എന്താണ് അടുത്ത മൊമെൻറ്റിൽ ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ ഒരു കൺട്രോള്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു ഉയർച്ച, ഇതൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ചിന്തകൾക്ക് നിയന്ത്രണം ഉണ്ടാവും. ഓവർ തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ, സ്ട്രെസ്സ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു അയവ് വരും നമുക്ക്. ഈ ഒരു സെഷൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒത്തിരി ആളുകൾ എൻക്വയറി നടത്തും, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. എല്ലാവർക്കും യോഗ ലൈഫിൻ്റെ ഭാഗമാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾക്കും സമയമില്ല. ഈ സമയത്തിൻ്റെ കേസിലാണ് മിക്ക ആളുകളും അത് പെൻഡിങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണോ കംഫർട്ട്, നിങ്ങൾക്കിത് വീഡിയോ ആയതുകൊണ്ട് തന്നെ അവിടെ കിടപ്പുണ്ടാവും. പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അതിലേക്ക് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പതുക്കെ ചെയ്തു തുടങ്ങാം. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒരു പെയർ യോഗ ബ്ലോക്ക് വാങ്ങണം. നമുക്ക് ബ്ലോക്കൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ സപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോർമൽ ചെയ്ത് നമ്മളൊരു കാർഡിയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഒരു വാമപ്പ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്കിത് ലൂസനിങ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നെക്ക് മുതൽ എല്ലാ ജോയിൻസും
ആ ജോയിൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മസിൽസും ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് എനർജി ഫ്ലോ ഒന്ന് എല്ലാ ടോട്ടൽ ബോഡിയിലാക്കി ചെയ്യുന്നൊരു രീതി. അപ്പോൾ അത് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ആയാലും മതി. ഇന്ന് ഡേ ഫസ്റ്റാണ്. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതേപോലെയൊക്കെ പറഞ്ഞിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നാളെ മുതൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്തു തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് കണ്ണടച്ച് നിവർന്നിരിക്കുക. നമ്മൾ പല ചുറ്റുപാടിൽ നിന്ന് വന്നിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം. പതുക്കെ മനസ്സിനെ ഒന്ന് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മുടെ ഈ ഇരിപ്പ് നമ്മളെ സഹായിക്കും. കണ്ണടച്ച് നിവർന്നിരുന്നിട്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധ. ഓരോ ശ്വാസവും സാവധാനം സംഭവിക്കുന്നു. കുറച്ച് തവണ ദീർഘശ്വാസം എടുത്തിട്ട് പതുക്കെ പുറത്തേക്ക് വിടൂ. മനസ്സിൻ്റെ അവസ്ഥ തിരിച്ചറിയാം. എല്ലാ ശരീരഭാഗങ്ങളും വിശ്രമിക്കുന്നു. ഒരു ദീർഘശ്വാസം എടുത്ത് വിടാം. ശേഷം 2 കൈകളും ഒന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെക്കാം. എന്നിട്ട് പതുക്കെ സന്തോഷത്തോടെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ലൂസനിങ് ചെയ്യാം. ആദ്യം നമുക്ക് നെക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ രീതിയിൽ ബോഡി മൂവ് ചെയ്യുമ്പോഴും ഓരോന്നിൻ്റെയും കൂടെ വ്യക്തമായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്തിരിക്കണം. ശരിക്കും ദീർഘശ്വാസം ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ വെച്ചത് മറന്നു പോയാൽ പോലും വീണ്ടും ബ്രീത്തിലേക്ക് തിരിച്ചു വരണം. ബ്രീത്തോടു കൂടി ശ്രദ്ധിച്ച് തന്നെ ഓരോന്നും ചെയ്യണം. ആദ്യം ഇൻഹേൽ ചെയ്തുകൊണ്ട് തല പുറകിലേക്ക്, എക്സേൽ ചെയ്തുകൊണ്ട് മുന്നിലേക്ക്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. നിവർത്തി കൊണ്ടുവരാം. 2 വശങ്ങളിലേക്ക് ചെയ്തേ. റൈറ്റിലേക്കും
ലെഫ്റ്റിലേക്കും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 2 3 4 5 6 7 8 9 10. ഇനി ഒരു സൈഡിലേക്ക് പിടിച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തേ. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്. നിവർത്തി കൊണ്ടുവരാം. നമ്മുടെ കൈകൾ കാൽമുട്ടിന് മേലെ തന്നെ ഇരിക്കട്ടെ. അത് നമ്മൾ ജോയിൻസ് ഒന്ന് നമ്മൾ ഫ്രീ ആക്കുകയാണ്. 1 മൂവ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഷോൾഡർ. 2 3 4 5 6 7. റിവേഴ്സ്, നേരെ റിവേഴ്സ് ചെയ്തേ. 1 2 3 4 5 6 7. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ എന്നിട്ട് കൈകൾ നീട്ടി നിവർത്തി പിടിച്ചിട്ട് കൈകൾ ശരിക്കൊന്ന് പിരിച്ചു കൊടുത്ത്. 1 2 രണ്ട് സൈഡിലേക്കും. 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി കൈ ഒന്ന് മടക്കി നിവർത്തിയ. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് കൈകൾ ഇങ്ങനെ തന്നെ പിടിക്കാം. നമ്മുടെ ഷോൾഡർ ജോയിന്റ് ശ്രദ്ധിച്ചുകൊണ്ട് നേരെ താഴേക്ക് തിരിയട്ടെ. 1 നിവർത്തി കൊണ്ടുവരാം. 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈകളൊന്ന് താഴെ വെച്ചു, റെസ്റ്റ്, ഫ്രീ ആക്കി കൊടുത്തു. അതേപോലെ നമ്മുടെ കൈകൾ നീട്ടി നിവർത്തി പിടിക്കാം. എന്നിട്ട് നമ്മുടെ കൈപ്പത്തി ശരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അതേപോലെ അത് തിരിച്ച് പുറത്തേക്ക്. 1 2 3 4 5 6 7 8 9 10. ഉള്ളിലേക്കും കൂടി കുറച്ച് തവണ ചെയ്യുക, നന്നായിട്ട് മൂവ് ചെയ്യുക. അതായത് എല്ലാ രീതിയിലും നമ്മുടെ കൈപ്പത്തികൾ മൂവ് ചെയ്യണം. ഇതിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അതിപ്പോൾ കുറച്ച് തവണ മറന്നു പോയില്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചതിലേക്ക് വരണം. ഇനി നമ്മുടെ വിരലുകൾ വിടർത്തി പിടിച്ചിട്ട് കയറി ശരിക്ക് ഓരോ തവണയും കൈ ചുരുട്ടുമ്പോൾ എക്സേൽ. ഓക്കെ, കൈകൾ താഴെ വെക്കുന്നു, റെസ്റ്റ് എടുത്തു, ഷോൾഡറൊക്കെ ലൂസാക്കി കൊടുത്തു. ഇനി നമ്മുടെ വലത് കൈ എടുത്തിട്ട് നേരെ ഇടത് കാൽമുട്ടിന് മേലെ വെക്കാം. വലത് കൈ ഇടത് കാൽമുട്ടിന് മേലെ വെക്കാം. നേരെ ബാക്കിലേക്ക് തിരിയട്ടെ. ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നന്നായിട്ട് ദീർഘശ്വാസം ചെയ്യാം. പതുക്കെ നിവർന്ന് വരാം. ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ തിരിഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ചെയ്യാം. ഇനി നമ്മുടെ ഇടത് കൈ താഴെ വെച്ചു. നന്നായിട്ടൊരു ബ്രീത്ത് എടുത്ത് വലത് കൈ മുകളിലേക്ക് ഉയർത്തി. ഇൻഹേൽ, സ്ട്രെച്ച് ചെയ്തു. എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തു.
ബ്രീത്ത് ഇൻ നിവർന്ന് വന്നു, ബ്രീത്ത് ഔട്ട് റിലാക്സ്. അതേപോലെ അടുത്ത കൈ ഇൻഹേൽ ചെയ്ത് നിവർന്ന് വരാം, ടൈറ്റ് ടൈറ്റ് ടൈറ്റ്. എക്സേൽ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. വീണ്ടും ബ്രീത്ത് ഇൻ നിവർന്ന് വരാം, ബ്രീത്ത് ഔട്ട് പതുക്കെ റിലീസ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇരുന്നിട്ട് ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ബാക്കിൽ ഡിസ്കിനൊക്കെ ഇഷ്യൂ ഉള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുന്നോട്ട് ഫോർവേഡ് ബെൻഡ്, അതുപോലെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതികൾ, അതേപോലെ നമ്മൾ ജമ്പ് ചെയ്യുന്ന രീതികളൊക്കെ ഇല്ലേ, അതൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഈ അധികം ആളുകൾക്കും കാണാറുള്ളൊരു പ്രശ്നമാണ് അവയർനെസ് ഉണ്ടാവില്ല. ഓൾറെഡി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജിലേക്ക് ചിലപ്പോൾ അവരുണ്ടാവുക, പക്ഷെ അവരെല്ലാവരും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തു പോകും, നമ്മളിത് പറഞ്ഞെങ്കിൽ കൂടി. അപ്പോൾ സ്വന്തം സ്റ്റേജ് ഒരിക്കലും മറന്നു പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും ഇതെല്ലാം കൂടി ഒരുമിച്ച് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാൽമുട്ടിനോ ബാക്കിനോ ഒക്കെ ഇഷ്യൂ ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് പതുക്കെ വേണം ഓരോന്നിലേക്ക് കിടക്കാൻ. എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ഒറ്റയടിക്ക് അത് ചെയ്ത് തുടങ്ങരുത്, കേട്ടില്ലേ? അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, നമ്മൾ ശരിക്കും ഒന്ന് ബ്രീത്ത് എടുത്ത് മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, കൈകൾ ടൈറ്റ് ചെയ്ത് പിടിച്ച് ടൈറ്റ്. ശരിക്കും എക്സേൽ ചെയ്തിട്ട് സ്പൈൻ മുന്നോട്ട് ചാഞ്ഞ് വരട്ടെ, ഹോൾഡ് ചെയ്തു. വീണ്ടും ബ്രീത്ത് ഇൻ നിവർന്ന് വന്നു, ബ്രീത്ത് ഔട്ട് റിലീസ്, റിലാക്സ് ചെയ്തു. ഓക്കെ, ഇനി അപ്പർ ബോഡി നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ശരീരം എല്ലാ ഭാഗത്തൂടെയും കറങ്ങി വരണം. അപ്പോൾ അതിൻ്റെ കൂടെ ദീർഘശ്വാസം ചെയ്യണം. ഇപ്പം നമ്മൾ അപ്പർ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പകുതി അതിന് ഇൻഹേൽ ചെയ്യുക, പകുതി എക്സേൽ ചെയ്യുക, ചെസ്റ്റ് മാക്സിമം താഴെ കൂടെ പാസ് ചെയ്യുന്നത് പോലെ. ആദ്യം നമുക്ക് ഒരു ശ്വാസം എടുക്കാം, ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം. ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ്. ബ്രീത്ത് ഇൻ വലതുവശത്തൂടെ സ്റ്റാർട്ട് ചെയ്തു, ബ്രീത്ത് ഔട്ട് ലെഫ്റ്റിലൂടെ കറങ്ങി വന്നു, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, reverse ചെയ്യൂ, breathe in, breathe out, breathe in, breathe out, breathe in, breathe out, breathe in, breathe out. നിവർന്ന് വരാം, റിലാക്സ്, ഒന്ന് റെസ്റ്റ് എടുക്കുക. കണ്ണടച്ച് അങ്ങനെ തന്നെ നിവർന്നിരിക്കുക കേട്ടോ. ഇനി കണ്ണ് തുറന്നോളൂ. എന്നിട്ട് നമ്മുടെ കാലുകൾ ബാക്കിൽ കൈയിലേക്ക് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് കാലുകൾ കുറച്ച് അകത്തി വെച്ച് മാക്സിമം നന്നായിട്ടൊന്ന് അകത്തി വെക്കുക. എന്നിട്ട് രണ്ട് കാലുകൾ ഒരു സൈഡിലേക്ക് ഒന്ന് മറച്ചു കൊടുത്തേ. 1, നമ്മുടെ രണ്ട് നീയും നിലത്തെത്തട്ടെ. ഓപ്പോസിറ്റ് 2, 3, 4, 5. അപ്പോൾ ഇൻഹേൽ ചെയ്ത് നിവർത്തി, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്,
exhale, down, inhale, up, exhale, down, inhale, up, exhale, down. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ നീ ജോയിൻ്റ് ശ്രദ്ധിച്ചുകൊണ്ട് കാലിങ്ങനെ, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം, ഈവൻ നീക്ക് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ പോലും ഈ രീതി നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൽ പ്രത്യേകിച്ചൊന്ന് ബോഡി വെയിറ്റ് ഒന്നും വരാനില്ല. 1 നീട്ടി വെച്ചു, 2 3 4 5 6 7 8 9 10 1 2. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മുടെ 2 കാലുകൾ ഒന്ന് നീട്ടി വെച്ചേ. ശരിക്ക് കാല് നീട്ടി നിവർത്തി വെക്കാം. എന്നിട്ട് ഈ കാൽപാദം ശരിക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ബാക്കിലേക്കും മുൻപിലേക്കും. ശരിക്കും മുന്നോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്തു. എക്സേൽ ബാക്കിലേക്ക്, ഇൻഹേൽ മുന്നോട്ട്, എക്സേൽ ബാക്കിലേക്ക്, ഇൻഹേൽ മുന്നോട്ട്, എക്സേൽ ബാക്ക്, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, 2 സൈഡിലേക്ക് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ്. അതുപോലെ കാലിൻ്റെ വിരലുകളൊക്കെ ഒന്ന് മടക്കി നിർത്തുക. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ശീലമായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് സ്പീഡാക്കാം. ഇതെല്ലാം ചെയ്യുമ്പോഴും ബ്രീത്ത് ഇങ്ങനെ ആ റൂട്ടിലൂടെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കണം. അത് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ കണ്ണുകൾക്ക് കൂടി ചെറിയൊരു വ്യായാമം കൊടുക്കും. മിനിമം ഒരു 6 hours പ്ലസ് സ്ക്രീൻ ടൈമുള്ള ആളുകളാണ് കൂടുതൽ, കൊച്ചു കുട്ടികൾ വരെ. അതായത് മൊബൈലിൽ നോക്കുന്നു, അല്ലേ, വർക്ക് ചെയ്യുന്നു എല്ലാവരും. അപ്പോൾ നിർബന്ധമായിട്ട് കണ്ണിന് നമ്മൾ ഒരു എക്സസൈസ് ഏതെങ്കിലും രീതിയിലൊന്ന് കൊടുത്തിരിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിരിക്കില്ല. എന്തെങ്കിലും അസുഖമുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ മുമ്പേ ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാ ദിവസവും ഒരു വർക്കൗട്ട് കൊടുക്കുന്നത് കണ്ണിൻ്റെ തിളക്കത്തിന്, ഫോക്കസിന്, കാഴ്ച കുറവുണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മസിൽസിനും റൂട്ടിനൊക്കെ നല്ലതാണ്, അറിയാലോ. ഫസ്റ്റ് നമ്മൾ നിവർന്നിരിക്കുന്നു. ശരിക്ക് കണ്ണൊന്ന് തുറന്ന് പിടിച്ച് ഓപ്പൺ, മാക്സിമം ഓപ്പൺ ആക്കാം, മാക്സിമം തുറച്ചു നോക്കുന്നത് പോലെ. എന്നിട്ട് കണ്ണ് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തേ. അപ്പ് ഡൗൺ, 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 അപ്പ് ഡൗൺ. ഇനി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. അപ്പോഴൊന്നും കണ്ണ് ചിമ്മരുത്, മാക്സിമം ഓപ്പൺ ആയിരിക്കണം. 2 3 4 5, വലത്തോട്ടും ഇടത്തോട്ടും, 8 9 10 1 2 3 4 5 6 7. ഇനി നേരെ ടോപ്പിലേക്ക് നോക്കിയേ. എന്നിട്ട് കണ്ണൊന്ന് റൊട്ടേറ്റ് ചെയ്തേ. 1 2, എല്ലാ ഭാഗത്തൂടെ, 3 4 5 6 7 8 9 10. അത് റിവേഴ്സ് ചെയ്യൂ. 1 2 3 4 5 6 7 8 9
10. എന്നിട്ട് കണ്ണ് കുറച്ച് തവണ മുറുക്കി അടച്ചു തുറന്നേ. ടൈറ്റ്, ഓപ്പൺ, ടൈറ്റ്. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, കണ്ണൊന്ന് റിലാക്സ് ചെയ്യട്ടെ. കണ്ണ് പതുക്കെ അടച്ചു വെക്കുക. എന്നിട്ട് കൈകൾ ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് ഒന്ന് വെക്കുക പതുക്കെ. ഒരു സുഖം അല്ലേ കൈ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കാം. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കുറച്ച് ബ്രീത്തിങ് ചെയ്യാം. മൈൻഡ്ഫുൾ ബ്രീത്ത് എന്ന് പറയും. അതായത് നിങ്ങൾ വല്ലാതെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്ത്, നിങ്ങൾ മാനസികമായി ലോ എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിലൊന്നല്ല, വേറൊരു സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന രീതിയാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പരിചയപ്പെട്ട് വരാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുവേണ്ടി നമ്മൾ നട്ടിൽ നിവർത്തിയിരിക്കാം, തല ഉയർത്തിപ്പിടിച്ച് പ്ലസൻ്റ് ആയിരിക്കാം. നമ്മുടെ വലത് കൈ വയറിന് മേലെ വിടർത്തി വെച്ചു, ഇടത് കൈ ചെസ്റ്റിന് മേലെ വിടർത്തി വെച്ചു. മൈൻഡ്ഫുൾ ബ്രീത്ത് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ യോഗിക് ബ്രീത്തിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന രീതി ലോങ് ബ്രീത്താണ്. ദീർഘശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കുമാണ്. പക്ഷേ ഈ ലോങ് ബ്രീത്ത് എന്ന് പറയുമ്പോൾ അത് പതുക്കെയാണ്, ഒറ്റയടിക്കല്ല. പതുക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം വികസിച്ച് വരും, നിറഞ്ഞു വരുന്നു. ശ്വാസം വിടുമ്പോൾ ശരീരം ചുരുങ്ങി പോവില്ലേ. അപ്പോൾ ആ ബോഡിയുടെ മൂവിങ് നമ്മൾ കൈകളിലൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ബ്രീത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിയും. അപ്പം സ്വാഭാവികമായിട്ടും മനസ്സിന് നല്ലൊരു സുഖം ലഭിക്കുന്നത് പോലെ ആയിരിക്കും ആ ഒരു പാറ്റേൺ സംഭവിക്കുക. കണ്ണടച്ച് വെച്ചിട്ട് കുറച്ച് തവണ സാവധാനം ഇൻഹേലും എക്സേലും ചെയ്ത് നോക്കിയേ. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ദീർഘശ്വാസമായിരിക്കട്ടെ ഓരോന്നും.
പതുക്കെ കൈകൾ താഴെ വെക്കുന്നു. റിലാക്സ്. ഒരു ദീർഘശ്വാസം എടുത്ത് പതുക്കെ പുറത്ത് വിടാം. കൈകൾ രണ്ടും നന്നായിട്ടൊന്ന് ചേർത്ത് വരുത്തി കണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ കുറച്ച് ലൂസനിങ്ങും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു അല്ലേ, നമ്മുടെ ബ്രീത്തുമായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ഉദ്ദേശം മുടങ്ങാതെ നമ്മളത് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റും. സെക്കൻഡ് വൺ, ഓരോ രീതികളെയും പരിചയപ്പെടുക. ഞാൻ ഉദ്ദേശിക്കുന്നത് തികച്ചും ബിഗിനറായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത്. ചിലരെങ്കിലും ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ രീതികൾ, ഓരോ പ്രോസസ്സുകൾ, ബ്രീത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ശ്വാസത്തിന് തന്നെ തിരിച്ചറിയുക, അടുത്തറിയുക, അതിനെ പ്രത്യേക രീതികളിലൂടെ ചെയ്ത് പരിശീലിക്കുക. ഇതിനൊക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുക. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഒരു പരിധി കൂടുതൽ വളച്ചൊടിച്ച് യോഗ ആസനാസ് ചെയ്തത് കൊണ്ട് മാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ ലെവലും ഒരു ഫിസിക്കൽ ലെവലും കടന്നിട്ട് അതിനപ്പുറത്തേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് മാനസിക തലത്തിൽ വളരെ നല്ല സന്തോഷം ലഭിക്കുന്നതും സമാധാനം കിട്ടുന്നതും ഒക്കെ ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾക്കും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ തൃപ്തിക്കും ഒക്കെ പ്രാധാന്യം മനസ്സ് വെച്ച് സന്തോഷത്തോടെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് പറ്റുന്നതിൻ്റെ 100% അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ കാണാം.